കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ടോയ് ജൈറോ ഹെലികോപ്റ്റർ ഗാരേജിൽ സർവീസിന് കയറുന്നത്. ഇൻഫ്രാറെഡ് റിമോട്ടാണ് ഈ ഒരു ഹെലികോപ്റ്ററിന് വരുന്നത്. ഇൻഫ്രാറെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ കംപ്ലൈന്റ് ഞാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഹെലികോപ്റ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട്. റിമോട്ടും ഓണായി. നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്താലും ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ആവില്ല. അതാണ് ഈ ഒരു ഹെലിയുടെ കംപ്ലൈന്റ്. ജൈറോ ഹെലികോപ്റ്ററിന് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നാമത്തത് ബാറ്ററി ഡാമേജ് ആയി പോവുക, രണ്ടാമത്തത് ഇതിന്റെ റിയർ ഗിയർ, മോട്ടറിന്റെ പെനിയൻ ഗിയർ കംപ്ലൈന്റ് ആകുക. ഈ ഒരു രണ്ട് കംപ്ലൈന്റ് ആണ് ടോയ് ജൈറോ ഹെലികോപ്റ്ററിന് വരുന്നത്. ഇതാണ് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ഉൾഭാഗം വരുന്നത്. ഇതാണ് ഇതിന്റെ മദർ ബോർഡ് വരുന്നത്. ഇത് ഇതിന്റെ ഒറിജിനൽ ബാറ്ററി അല്ല ഈ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് അവർ പഴയ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് ലോക്കൽ ബാറ്ററി എവിടെ നിന്നോ മേടിച്ച് സെറ്റ് ചെയ്തേക്കണേണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് ഒറിജിനൽ ബാറ്ററി സെറ്റ് ചെയ്യാം. ഇതൊരു ലോക്കൽ ബാറ്ററി ആണ് ഇവർ ഈ ഒരു ഹെലിക്കകത്ത് സെറ്റ് ചെയ്തിട്ട്. ഇത് നമ്മുടെ എയർഫോണിലെ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള ഇതിനൊക്കെ വരുന്ന ലോക്കൽ ബാറ്ററീസ് ആണ്. അപ്പൊ ഈ ഒരു മോഡലായിരിക്കും ഒറിജിനൽ ബാറ്ററി എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിന്റെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ആ ബോർഡിലായിട്ട് സെറ്റ് ചെയ്യാം. ഹെലികോപ്റ്ററിന്റെ ബാറ്ററിയൊക്കെ നമ്മൾ ഒറിജിനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അടുത്തത് നമുക്ക് മോട്ടറിന്റെ പെനിയൻ ഗിയർ ആണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഗിയറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു മോട്ടറിന്റെ ഈ ഒരു പെനിയൻ ഗിയർ കംപ്ലൈന്റ് ആക്കിയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു സംഭവം. അപ്പൊ നമുക്ക് അടുത്ത മോട്ടറിന്റെ കൂടി ഒന്ന് നോക്കാം. ഈ ഒരു മോട്ടറിന്റെ പെനിയൻ ഗിയറും കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇത് രണ്ട് പെനിയൻ ഗിയർ നമുക്ക് ഈ ഒരു RC ഹെലികോപ്റ്ററിന് സെറ്റ് ചെയ്യണം പുതിയത്. ഇതാണ് ആദ്യം മോട്ടറൊക്കെ എന്ന് വെച്ചാൽ ആ പഴയ പെനിയൻ ഗിയർ. ഇത് രണ്ടും പൊട്ടിപ്പോയതാണ്. ഇതാണ് നമ്മൾ പുതിയ പെനിയൻ ഗിയർ ആ മോട്ടറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മോട്ടറിലായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ആ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഹെലികോപ്റ്റർ നല്ല ലോഡ് എടുക്കാൻ തുടങ്ങിയിട്ടാ. അപ്പൊ നമുക്കിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടൊന്ന് ഫ്ലൈയിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം.